ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആരതിയുടെ ഫോണിലേക്ക് സച്ചിയെ വിളിക്കുന്നു. സച്ചിയുടെ കോള് കണ്ട് ആരതി ആകെ വിഷമത്തോടെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സച്ചി ആരതിയോട് പറഞ്ഞത്, വക്കീൽ എന്നോട് ക്ഷമിക്കണം. വക്കീലിൻ്റെ ആവശ്യം എനിക്ക് ആ ആവശ്യം അംഗീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. വക്കീലിനെ എനിക്ക് നിരാശയാക്കേണ്ടി വന്നില്ലേ എന്നതായിരുന്നു ആരതിയോടുള്ള സച്ചിയുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ. അത് കേട്ടതും ആരതി പറഞ്ഞു, സച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എനിക്ക് എപ്പോഴോ സച്ചിയോടൊപ്പം അടുത്തിടപഴകിയപ്പോൾ, സച്ചിയോടൊപ്പം യാത്ര ചെയ്തപ്പോൾ, സച്ചി അരികിൽ ഇരുന്നപ്പോഴും, സച്ചി എന്നെ നേരെ പുഞ്ചിരിച്ചപ്പോഴുമൊക്കെ എനിക്കെന്തോ വല്ലാത്തൊരു സുരക്ഷിതത്വം എനിക്ക് തോന്നിയിരുന്നു. അത് പിന്നീട് എപ്പോഴോ സച്ചിയോടൊരു ഇഷ്ടമായി മാറുകയാണ് ഉണ്ടായത്. അത് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ സംഭവിച്ചതാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ എല്ലാ ഗുണങ്ങളും സച്ചിക്കുണ്ടായി എന്നതാണ് സത്യം. അപ്പോഴേക്കും അത് എൻ്റെ മനസ്സിൽ അങ്ങനെ പതിയുകയും ചെയ്തു. അതിനൊക്കെ എത്രയോ കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ അർച്ചന ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അർച്ചനയെ കണ്ടെത്തിയതും. അതുകൊണ്ട് തന്നെ അർച്ചനയെ കണ്ടെത്തിയതിന് ശേഷം സത്യത്തിൽ അതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറായതാണ്. എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. എൻ്റെ മനസ്സിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതൊന്നും സച്ചിയുടെ തെറ്റല്ല, എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണ്. അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും. സച്ചി അതോർത്ത് ടെൻഷൻ ആവേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, എന്നാലും വക്കീലെ, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനല്ലേ എന്ന് സച്ചി വേദനയോട് ചോദിക്കുമ്പോൾ ഉടനെ വക്കീൽ പറഞ്ഞു, സാരമില്ല സച്ചി, ഇനി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതില്ല, അത് വിട്ടേക്ക് സച്ചി, അതോർത്ത് സച്ചി ടെൻഷൻ ആവേണ്ട എന്ന് പറഞ്ഞ് സച്ചി ഞാൻ പിന്നീട് വിളിക്കാം, ഇപ്പോൾ സംസാരിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വേഗം ഫോൺ വെച്ചതിന് ശേഷം ആരതി പൊട്ടിക്കരയുന്നു. ആരതി അങ്ങനെ സങ്കടപ്പെടുമ്പോൾ സച്ചിയും അതുപോലെ തന്നെ താൻ മൂലം വക്കീലിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചല്ലോ എന്ന നിരാശയായിരുന്നു സച്ചിയുടെ മനസ്സിലാകെ. അതിനുശേഷം ഗോകുലിൻ്റെ ഫോണിലേക്ക് ഓഫീസിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫ് വിളിച്ചതും ഗോകുൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗോകുലിന് ചായയുമായിട്ട് അർച്ചന അവിടേക്ക് എത്തിയത്. ചായ വാങ്ങിച്ച് ഗോകുൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അരികിലേക്ക് ഗൗരിമോൾ ഓടിയെത്തി. അച്ഛാ, അമ്മേ, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ, സർപ്രൈസോ, എന്താ മോളെ, എന്താ എന്ന് ചോദിച്ചതും അതെ, ഒരു ഗുഡ് ന്യൂസാ എന്ന് പറഞ്ഞു. ഗുഡ് ന്യൂസോ, എന്താടാ അത്, എന്നാൽ വേഗം പറ എന്ന് ഗോകുൽ ആവശ്യപ്പെട്ടു. ഉടനെ ഗൗരിമോള് വളരെ സന്തോഷത്തോടെ വന്ന് ഇരുവരോടും ആ സർപ്രൈസ് പറയാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ എന്താണ് അതെന്നറിയാനായി ആകാംക്ഷയുടെ അരികിലേക്ക് ശോഭയും ഒപ്പം ശിശിരയും കൂടി അവിടേക്ക് എത്തി. അവർ രണ്ടുപേരും കൂടി മോള് പറയുന്ന ആ സന്തോഷ വാർത്ത കേൾക്കാൻ അവരും അങ്ങനെ കാത്തിരുന്നപ്പോഴേക്കും ഇരുവരോടുമായിട്ട് മോള് പറഞ്ഞു, അതെ, എൻ്റെ കൂടെ പഠിക്കുന്ന സാനി ഇല്ലമ്മേ എന്ന് ചോദിച്ചതും സാനിക്ക് എന്താ പറ്റിയത് എന്ന് പെട്ടെന്ന് ടെൻഷനോടെ അർച്ചന ചാടി അന്വേഷിച്ചു. അപ്പോഴേക്കും ഗൗരിമോള് പറഞ്ഞു, സാനിക്കൊന്നും പറ്റിയില്ലമ്മേ, ഞാൻ പറഞ്ഞു വന്നതേ, സാനിയ ഇപ്പോൾ എന്നെ വിളിച്ച് ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞു, അവൾക്ക് ഒരു കുഞ്ഞനിയൻ ജനിച്ചുവെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതോടെ വലിയ സന്തോഷമായി അർച്ചനയ്ക്ക്. അത് കൊള്ളാലോടാ, ഒരു ഗുഡ് ന്യൂസ് തന്നെയാണല്ലോ എന്ന് ഗോകുല പറഞ്ഞപ്പോഴേക്കും ഉടനെ അത് കേട്ട് ഗൗരിമോള് പറഞ്ഞു, അച്ഛാ, അമ്മേ, നമുക്കിപ്പം തന്നെ പോകണം, എനിക്ക് കാണണം ആ കുഞ്ഞനിയനെ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതും ഗോകുൽ പറഞ്ഞു, അയ്യോ, അതിനിപ്പോഴൊന്നും പറ്റില്ലടാ കുഞ്ഞെ, 2-3 ദിവസം കഴിയട്ടെ, എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി, അച്ഛനും അമ്മയും ഗൗരിമോളും കൂടി കുഞ്ഞാവെ കാണാനായിട്ട് പോകും. നമ്മൾ ഒത്തിരി ഗിഫ്റ്റും വാങ്ങിച്ചു കൊടുക്കും. അത് കേട്ടതും ശരിയാണോ അമ്മേ എന്ന് ഗൗരിമോൾ അന്വേഷിച്ചു. എന്നാലും എനിക്കിപ്പോൾ തന്നെ പോകണം അച്ഛാ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ, എനിക്ക് ഒത്തിരി ആഗ്രഹമായിട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഗൗരിമോളോട് ഗോകുലും അർച്ചനയും പറഞ്ഞു, അയ്യോടാ മോളെ, ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവരിപ്പോൾ ഹോസ്പിറ്റലല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് അവർ വീട്ടിലേക്ക് വരട്ടെ, ഒരു 2-3 ദിവസം കഴിയട്ടെ, നമുക്ക് പോകാം എന്ന് അർച്ചന മോളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഉടനെ ഗൗരിമോള് ചോദിച്ചത്, അച്ഛാ, അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞതും എന്താടാ മോളെ, എന്താടാ ചോദിക്ക് എന്ന് പറഞ്ഞ് ഗോകുലും ഗൗരിമോളോട് ചോദിച്ചോളാനായിട്ട് അനുമതി നൽകി. അപ്പോഴാണ് ഗൗരിമോള് പറഞ്ഞത്, അല്ല, സാനിയെ നോക്കി കുഞ്ഞാവ പുഞ്ചിരിച്ചു എന്ന് പറഞ്ഞു, സാനിയെ നോക്കി ചിരിച്ചെന്ന് അവൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് അർച്ചന പറഞ്ഞു, അയ്യോ, കുഞ്ഞാവ് ഇപ്പം ചിരിക്കത്തൊന്നും ഇല്ലടാ, അത് വെറുതെ മോളോട് സാനിയെ പറഞ്ഞതാ, കാരണം ജനിച്ചാൽ ഉടൻ തന്നെ കുഞ്ഞുങ്ങൾ ചിരിക്കത്തൊന്നുമില്ല, അതിന് കുറച്ച് ദിവസങ്ങൾ കഴിയണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ശരിയാണോ അച്ഛാ എന്ന് ഗൗരിമോള് സംശയം പ്രകടിപ്പിച്ചോ. അതേ എന്ന് ഗോകുലം സമ്മതിച്ചു. ഉടനെ ഗൗരിമോള് ചോദിച്ചു, എന്നാലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്താടാ എന്ന് വീണ്ടും ഗോകുൽ അന്വേഷിച്ചപ്പോഴേക്കും
ഗൗരിമോളി ചോദിച്ചു. അതെ, എന്നാ എനിക്കൊരു കുഞ്ഞനുജനെയൊക്കെ തരുന്നത്, എന്നാ എനിക്കൊരു കുഞ്ഞനുജൻ വരുന്നത് എന്ന് ഗൗരിമോൾ അന്വേഷിച്ചു. എനിക്കും വേണം ഒരു കുഞ്ഞനുജനെ, അവനെ കൊഞ്ചിക്കാനും അവനെ കളിപ്പിക്കാനുമൊക്കെ എനിക്കൊരു കുഞ്ഞനുജൻ വേണം എന്ന് പറഞ്ഞ് ഗൗരിമോൾ വേഗം അവിടെ നിന്ന് പോകുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടേക്കെത്തിയ ശിശിരയും ശോഭയും ഇരുവരുടെ ഇരിപ്പ് കണ്ട് അരികിലേക്ക് വന്നു. അപ്പോഴേക്കും അർച്ചനയും ഗോകുലും ഇരുവരെയും നോക്കാൻ മടി കാണിച്ച് തല കുനിച്ചങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും ഉടനെ ശോഭ പറഞ്ഞു, അതെ, രണ്ടുപേരും ഞങ്ങളുടെ മുഖത്ത് നോക്കാതെ ഇങ്ങനെ നാണിച്ച് തല കുനിച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. മോള് ചോദിച്ചതും സത്യം തന്നെയല്ലേ? അതുകൊണ്ട് എന്തായാലും കുഞ്ഞിന് ഒരു കൂട്ട് വേണം. ഗൗരിമോളുടെ ചോദ്യം ന്യായമാണ്. ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അത് അവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞതും ശിശിര അവിടെ നിന്നിട്ട് പറഞ്ഞു, അതെ, ഞങ്ങൾക്കും അത് തന്നെ അറിയേണ്ടത്. മോള് പറഞ്ഞ കാര്യത്തിൽ എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് അന്വേഷിച്ചു. പെട്ടെന്ന് ഗോകുൽ പറഞ്ഞു, നീ ഒന്ന് പോയേ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇപ്പോൾ ഒരു കുഞ്ഞിനെ തന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടേ ഇപ്പോൾ ഗൗരിമോളുടെ ഭാവി, ഗൗരിമോളുടെ പഠിത്തം, അത് മാത്രമാണ് ഞങ്ങൾക്കിപ്പോഴുള്ള ആലോചന. മറ്റൊന്നും ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലില്ല എന്ന് പറഞ്ഞ് ഗോകുൽ വേഗം അവിടുന്ന് തടിതപ്പി. അപ്പോഴേക്കും അവിടെ തനിച്ചായ അർച്ചനയുടെ അരികിലേക്ക് ശോഭ എത്തിയിട്ട് പറഞ്ഞു, മോളെങ്കിലും ഞങ്ങളുടെ ഈ ഒരു ആവശ്യം അംഗീകരിക്കണം. അവൻ അങ്ങനെയൊക്കെ പറയും, പക്ഷേ മോളൊന്ന് മനസ്സിലാക്കണം, ഗൗരിമോൾക്ക് ഒരു കൂട്ടുകാരൻ എന്തായാലും ഉണ്ടായേ തീരൂ, കൂടപ്പിറപ്പ്. കാരണം ഒറ്റയ്ക്കൊരു ജീവിതമെന്ന് പറഞ്ഞാൽ, ഒറ്റയ്ക്കൊരു കുഞ്ഞ്, ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജയിൽ പോലെയാണ്. അവർക്ക് കളിക്കാനും ചിരിക്കാനും കൂട്ടുകൂടാനും അവരുടെ സങ്കടങ്ങൾ പറയാനും അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനും അവർക്കൊരു കൂടപ്പിറപ്പ് വേണം. അതാണ് ആ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അതുങ്ങൾക്ക് നമ്മളായിട്ട് നൽകേണ്ടത്. അതുകൊണ്ട് ഇനി ഗൗരിമോൾക്ക് ഒരു കൂട്ട്, അത് എത്രയും വേഗം വേണം. അതിൽ ഇനി ഒരു അമാന്തം പാടില്ല, അതിനിയും താമസമൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അർച്ചന പറഞ്ഞു, അയ്യോ അമ്മേ, ഞാൻ എന്ത് പറയാനാ എന്ന് ചോദിച്ചതും, അതെ, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് സമൃദ്ധിക്ക് മാത്രമാണ്. ഉടനെ ശിശിര പറഞ്ഞു, അതെ സമൃദ്ധേ, ഒരു കുഞ്ഞ് എന്നത് എൻ്റെയും വലിയ സ്വപ്നമാണ്, എൻ്റെയും വലിയ ആഗ്രഹമാണ്. ഞാനത് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈശ്വരൻ അതിന് കനിയുന്നില്ല. എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ അത് എനിക്കും കൂടി വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് ശിശിര അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും എന്ത് പറയണമെന്നറിയാതെ അർച്ചന മറുപടി ഒന്നും പറയാതെ വേഗം അവിടെ നിന്ന് പോകുന്നു. അർച്ചന പോയി കഴിഞ്ഞതും ശോഭ കണ്ണുനീരോടെ അർച്ചനയോട് പറഞ്ഞു, എൻ്റെ ഈ ഒരു ആഗ്രഹമെങ്കിലും എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ഒന്ന് സാധിച്ചു തരണം മോളെ എന്ന് പറഞ്ഞ് ശോഭ വിഷമത്തോടെ പോകുമ്പോൾ ശിശിര പറഞ്ഞു, കാര്യങ്ങളൊക്കെ സമൃദ്ധിക്ക് മനസ്സിലായിട്ടുണ്ട്. സമൃദ്ധ തീർച്ചയായിട്ടും അത് മുഖവിലേക്ക് എടുക്കുകയും ചെയ്തോളൂ അമ്മേ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങി. അതോടെ ആകെ സങ്കടത്തിലായി അർച്ചന. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? ഈ അമ്മയുടെയും ചേച്ചിയുടെയും ആഗ്രഹം അത് എങ്ങനെയാണ് നിറവേറ്റുക? ഞാൻ ഇവിടെ നിന്ന് ഗൗരിമോളുടെ കൈയും പിടിച്ച് ഈ വീട് വിട്ട് പോകുന്ന ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊരാഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ടായാൽ അതെങ്ങനെയാണ് എന്ന് വിഷമത്തോടെ അർച്ചന ആലോചിച്ചു തന്നു. അപ്പോഴാണ് കനകധാര ഫിനാൻസിയേഴ്സിൽ പുതിയൊരു ആലോചനയുമായിട്ട് ആതിരയെ തൻ്റെ ക്യാബിനിലേക്ക് വിളിക്കുകയായിരുന്നു കനാമ്പരൻ. അവിടേക്ക് എത്തിയതും ഗീതമ്മയും കൂടെ തന്നെ വന്നതോടെ ഗീതമ്മയോട് കനാമ്പരൻ ചോദിച്ചു, ഗീതമ്മേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആതിരയോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പം എല്ലാം പറഞ്ഞിട്ടുണ്ട് സാറേ, ആതിരയ്ക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ആതിര പറഞ്ഞു, അല്ല എന്താ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, അതെ, ഈ കനകധാരയുടെ ഇനി വരാൻ പോകുന്ന മോഡല് ഈ ഇരിക്കുന്ന ആതിരയാണ്. ആതിരയുടെ സൗന്ദര്യമാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു, അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ല സാറേ എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ കനാമ്പരം പറഞ്ഞു, അതെ, നമ്മുടെ ഈ ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ ഇനി വരുന്ന പരസ്യങ്ങളിലൊക്കെ മോഡൽ ആതിരയാണ്, അതാണ് നമ്മുടെ തീരുമാനം എന്നറിയിച്ചു. അപ്പോഴേക്കും ആതിര പറഞ്ഞു, അയ്യോ സാറേ, മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല സാർ എന്ന് പറഞ്ഞതും, അയ്യോ ഇതിൽ അഭിനയിക്കുകയൊന്നും വേണ്ട, നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഒന്ന് രണ്ട് ഫോട്ടോഷൂട്ട് അത്ര മാത്രമേ ഉള്ളൂ എന്ന് കനകാംബരം പറഞ്ഞതും ഉടനെ ആതിര പറഞ്ഞു, അതെ, ഞാനൊന്ന് വീട്ടിലൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി, അത് മതി, തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾ അതുതന്നെയാണ്
അങ്ങനെ തന്നെയാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും വീട്ടിൽ ചോദിച്ചിട്ട് ആതിര പറഞ്ഞാൽ മതി. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഇനി പ്രശസ്തി വളരാൻ പോകുന്നത് ആതിരയുടെ ഈ മുഖസൗന്ദര്യത്തിലൂടെയാണ്. അതാണ് ഇനിയുള്ള നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും. അപ്പോൾ എല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ വീട്ടിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആതിരയെ പൊയ്ക്കോളാനായിട്ട് പറയുന്നു. ആതിര പോയി കഴിഞ്ഞതും ഗീതമ്മ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഏറ്റു സാറേ എന്ന് പറഞ്ഞ് കനകാമ്പരൻ്റെ അരികിൽ നിന്ന് ഗീതമ്മ പുറത്തേക്ക് പോയി. അതോടെ കനകാമ്പരൻ താൻ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണെന്ന അഹങ്കാരത്തിൽ ചിരിച്ചുകൊണ്ട് ആതിരയെ നോക്കി അവിടെ ഇരുന്നു. അതിനുശേഷം ഗോകുല് നേരെ മുകളിലെത്തി അവിടുത്തെ ആ സെറ്റിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ശിശിര കയറി വന്നത്. ശിശിര വന്നതും ഗോകുല് ശിശിരയെ കണ്ടിട്ട് പറഞ്ഞു, നീ ഒന്ന് അവിടെ നിന്നേ, നീയും അമ്മയും കൂടി മനഃപൂർവ്വം ഗൗരിമോളെ പറഞ്ഞയച്ചതാണോ അങ്ങനെ ഒരു ചോദ്യമായിട്ട് എന്ന് ചോദിച്ചതും ഉടനെ ശിശിര പറഞ്ഞു, ഗോകുലെ അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ വെറുതെ കുറ്റക്കാരാക്കാൻ നോക്കണ്ട. അക്കാര്യത്തിൽ ഞാനും അമ്മയും നിരപരാധികളാണ്. ഞങ്ങൾ ഒരു കാര്യവും ഒരു കാര്യം ഗൗരിമോളോട് പറഞ്ഞറിയിച്ചിട്ടില്ല, പറഞ്ഞു വിട്ടിട്ടുമില്ല. മോളുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് വന്ന ചോദ്യമാണ് അതെല്ലാം തന്നെ, അല്ലാതെ ഞങ്ങളാരും പറഞ്ഞു പഠിപ്പിച്ചത് ഒന്നും തന്നെയല്ല. സത്യത്തിൽ ആ കുഞ്ഞ് ചോദിച്ച ചോദ്യത്തിനും സത്യസന്ധമായിട്ടുള്ള ഒരു കാരണമുണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്കും അവർക്ക് ഒരു കൂടപ്പിറപ്പ് വേണമെന്നൊരാഗ്രഹം ഉണ്ടാകുമല്ലോ, അത് സത്യമല്ലേ ഗോകുലെ എന്ന് ചോദിച്ചപ്പോഴേക്കും ശിശിരയോട് ഗോകുല് പറഞ്ഞു, അതെ, ഇനി ഗൗരിമോളുടെ ആഗ്രഹമാണെങ്കിലും ആരുടെ ആഗ്രഹമാണെങ്കിലും ശരി, അത്തരം കാര്യങ്ങളൊന്നും ഇനി നടപ്പിലാവില്ല എന്ന സത്യം തന്നെയാണ്. ഗൗരിമോളുടെ ഭാവി ജീവിതം മാത്രമാണ് ഞങ്ങളുടെ സ്വപ്നവും ആഗ്രഹവും, അതിലപ്പുറമൊന്നും ഇനിയൊന്നും ചിന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോകുലിനോട് ഉടനെ ശിശിര പറഞ്ഞു, എടാ ഗോകുലെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൾക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാൽ, അവളുടെ പഴയ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മ അവളിലേക്ക് മടങ്ങി വന്നാൽ അവൾ തീർച്ചയായിട്ടും നിന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്, നിന്റെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്നത്. അവൾ ആരാണോ, അവളുടെ പഴയ ജീവിതം എന്താണെന്നോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഗൗരിമോള് സ്വന്തം മകളാണെന്നോ അല്ല എന്നുള്ള സത്യവും അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ അവൾക്ക് മനസ്സിലാവും. അതോടുകൂടി എല്ലാം നഷ്ടപ്പെടുത്തി അവൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അന്ന് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് ഗോകുലിനോട് ശിശിര അറിയിച്ചതും ഗോകുല് പറഞ്ഞു, ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, അങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന എൻ്റെ വിധിയെങ്കിൽ ആ വിധിയെ നേരിടാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്ന് വെച്ച് ഒരിക്കലും ഇങ്ങനെയൊരാഗ്രഹമോ ഇങ്ങനെയൊരു സ്വപ്നമോ ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുകയും വേണ്ട. ഇനി എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവുകയില്ല എങ്കിൽ അത് വേണ്ട എന്നങ്ങ് ഞാൻ വെക്കും. പക്ഷേ എൻ്റെ ഗൗരിമോളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ നിങ്ങളാരും ആഗ്രഹിച്ച തീരുമാനങ്ങൾ നടപ്പിലാവുകയുമില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. നിങ്ങളാരും കരുതുന്ന പോലെയൊന്നും അല്ല യാഥാർത്ഥ്യം. പിന്നെ ശിശിരെ, നീ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഒരു മാപ്പിലൂടെയല്ല ഈ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് നീ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. കാരണം വിധിയും ജീവിതവും അതിൻ്റേതായ വഴിയുണ്ട്. കാലം അതിൻ്റേതായ രീതിയിലാണ് മുന്നോട്ട് ചലിക്കുക. ചിലപ്പോൾ നഷ്ടങ്ങളുണ്ടായേക്കാം, പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. ഒരുപക്ഷെ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ സമൃദ്ധ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ. പക്ഷേ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ആഗ്രഹം അത് നടപ്പിലാവില്ല. അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് ഗോകുൽ അവിടെ നിന്ന് പോകുമ്പോഴേക്കും ശിശിര പറഞ്ഞു, ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഇവന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തായാലും വരുന്നത് പോലെ വരട്ടെ. കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ശിശിര മടങ്ങി. അപ്പോഴാണ് ആരതിയും ശശിയും കൂടി വീണ്ടും ആ കടൽ തീരത്ത് വെച്ച് കണ്ടുമുട്ടിയത്. ബീച്ചിനരികിലേക്ക് എത്തിയതും ആരതിയോട് ശശി ചോദിച്ചു, എന്താ വക്കീലെ, 2-3 ദിവസമായിട്ട് വക്കീലിനെ ഉപേക്ഷിച്ചതുപോലെയാണോ? എന്തുപറ്റി? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആരതി പറഞ്ഞു, അല്പം തിരക്കിലായിപ്പോയി ശശി, ഫോൺ കോള് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വിളിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആരതി ശശിക്ക് മറുപടി നൽകിയതും ശശി പറഞ്ഞു, എന്നാലും നമ്മുടെ ഈ കേസിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത്. ഉടനെ തന്നെ വിധി വരുമല്ലോ.
അത് നമുക്ക് അനുകൂലമായി തന്നെയല്ലേ വരികയുള്ളൂ എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ എന്ന് ആരതി സമ്മതിച്ചു. ഈ കേസിൻ്റെ വിധി തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമാണ്. കോടതി അങ്ങനെ വിധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴാണ് ഈ വിധി നമുക്ക് അനുകൂലമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ശശി ചോദിച്ചു, അതെന്താ വക്കീൽ അങ്ങനെ? അപ്പോൾ ഇനിയും കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ അവന്തിക അപ്പീലിന് പോയേക്കും, ഹൈക്കോടതിയിലേക്ക് ഇതിന് അപ്പീലിന് പോകാൻ സാധ്യതയേറെയാണ് എന്ന് പറഞ്ഞപ്പോൾ ശശി ചോദിച്ചു, അല്ല ഉടനെയൊന്നും അപ്പോൾ ഈ കേസ് അവസാനിക്കില്ലേ? ഇനിയും ഇതിങ്ങനെ നീണ്ടുപോവോ വക്കീലേ എന്ന് അന്വേഷിച്ചപ്പോൾ ഇത് സിവിൽ കേസല്ലേ ശശി, അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് വീണ്ടും അപ്പീലിന് പോകാൻ അവന്തിക്ക് കഴിയും. അവിടെ ചെന്നാലും തീർച്ചയായിട്ടും ഇതേ വിധി തന്നെയായിരിക്കും, ശശിക്ക് അനുകൂലമായി തന്നെയുള്ള വിധിയെ അവിടെയും ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശശി ചോദിച്ചു, അല്ല വക്കീലെ അങ്ങനെയാണെങ്കിൽ ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെയായിട്ട് ഈ കേസ് അങ്ങനെ നീളില്ലേ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ വരെ പോയാലും അവസാന വിധി എന്ന് പറയുന്നത് ശശിക്ക് അനുകൂലമായി തന്നെ വരികയുള്ളൂ. അതിനുള്ള തെളിവുകളെല്ലാം തന്നെയാണ് കോടതിക്ക് മുന്നിൽ നമ്മൾ ഹാജരാക്കിയിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അവന്തികയുടെ തോൽവി തീർച്ചയായിട്ടും സുനിശ്ചിതമാണെന്നും ആരതി അറിയിക്കുമ്പോൾ ഇത് കേട്ടതോടെ ശശി പറഞ്ഞു, സത്യത്തിൽ ഞാനിപ്പോൾ വക്കീലിനെ വിളിപ്പിച്ചത് ഈ കേസിൻ്റെ കാര്യം പറയാനല്ല, ഞാൻ മറ്റൊരു കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് വക്കീലിനെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ എന്ത് കേസ്, ആർക്കെതിരെ എന്ന് ചോദിച്ചു. അതെ, ഇപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുന്നതോടൊപ്പം എനിക്കെൻ്റെ അർച്ചനയും തിരിച്ചു കിട്ടണം, അതുകൊണ്ട് തന്നെ അർച്ചനയ്ക്ക് വേണ്ടിയുള്ള കേസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആർക്കെതിരെ? ഗൂഗിൾ സാറിനെതിരെയോ? ഗൂഗിൾ സാർ നമ്മളോട് പറഞ്ഞത് അർച്ചനയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ അർച്ചനയെ തീർച്ചയായിട്ടും ശശിയിലേക്ക് തിരികെ നൽകുമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും ശശി പറഞ്ഞു, അങ്ങനെ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും വക്കീലെ? ഇനി എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. അർച്ചനയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടാനായി നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് എന്തായാലും ഗോകുൽ സാറിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തേ പറ്റൂ. അർച്ചന എൻ്റെ അരികിലേക്ക് വന്നാൽ, അർച്ചന എനിക്ക് വിട്ടുകിട്ടിയാൽ തീർച്ചയായിട്ടും എനിക്ക് ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ച് അർച്ചനയ്ക്ക് നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാൻ എനിക്ക് കഴിഞ്ഞേക്കുമെന്ന് ശശി പറയുമ്പോൾ അത് കേട്ട ആരതി പറഞ്ഞു, സച്ചി ഇത് എടുത്തുചാട്ടമാണ്. സച്ചി അങ്ങനെ ഒരു എടുത്തുചാട്ടം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇപ്പോൾ സച്ചി പറയുന്ന രീതിയിൽ ഗൂഗിൾ സാറിനെതിരെ നമ്മളൊരു കേസുമായി മുന്നോട്ട് പോയെന്നിരിക്കുക, കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ച് കോടതിയിൽ സാക്ഷി കൂട്ടിൽ നിന്നുകൊണ്ട് അർച്ചനയ്ക്ക് സച്ചിയെ അറിയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ അതോടെ തീരും. സച്ചിക്ക് അർച്ചനയെ തിരികെ കിട്ടുക എന്നുള്ള ആ ചാൻസ് പോലും അതോടെ നഷ്ടമാകും. എന്നേക്കുമായി അർച്ചനയിലേക്ക് എത്താനുള്ള സച്ചിയുടെ അവസരവും അതോടെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ എടുത്തു ചാടിയുള്ള ഒരു തീരുമാനം സച്ചി എടുക്കാതിരിക്കുക നല്ലത്. അങ്ങനെ ഒരു വിധി ഉറപ്പായും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു കേസുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സച്ചി ഈ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കരുത്. എത്രയും വേഗം തന്നെ അർച്ചനയുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അർച്ചന തീർച്ചയായിട്ടും സച്ചിക്ക് അരികിലേക്ക് മടങ്ങി എത്തുകയും ചെയ്യും. സച്ചി എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് സച്ചിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ആരതി മടങ്ങുന്നു. സച്ചി ആകെ തനിച്ചായി ആ വിജനമായ കടൽക്കരയിൽ നിന്ന് ആ കടലിൻ്റെ അഗാധതയിലേക്ക് നോക്കി സച്ചി അങ്ങനെ നിന്നു. അതിനുശേഷം ഓഫീസിലേക്ക് പോകാനായി ഗൂഗിൾ റെഡിയായി തൻ്റെ കോട്ട് എടുത്തിടാനായി മുറിയിലേക്ക് കയറി വരുമ്പോഴാണ് ഗൗരിമോള് ഗൂഗിളിൻ്റെ കോട്ട് എടുത്തിട്ടുകൊണ്ട് അവിടെ നിന്ന് വാദിക്കുന്ന കാഴ്ച കണ്ടത്. ഗൂഗിൾ അത് കണ്ട് ഞെട്ടിലോടെ വാതുകൾ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ കോട്ട് വിട്ടുകൊണ്ട് ഗൗരിമോള് പറഞ്ഞത്, എൻ്റെ കക്ഷി തീർത്തും നിരപരാധിയാണ് മൈലോഡ്. സ്ട്രോബെറി ഐസ്ക്രീം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഈ കടക്കാരൻ എൻ്റെ കക്ഷിയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ മർദ്ദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തെ തല്ലിയത് സത്യത്തിൽ വിശപ്പ് കൊണ്ടാണ് എൻ്റെ കക്ഷി സ്ട്രോബെറി ഐസ്ക്രീം എടുത്ത് കഴിച്ചത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചത് പോലും ശരിയായില്ല. അതുകൊണ്ട് എൻ്റെ കക്ഷിയെ ഉപദ്രവിച്ചതിന് ഈ കടക്കാരൻ്റെ പേരിലാണ് കേസെടുക്കേണ്ടതെന്ന് ഞാൻ താഴ്മയായി കോടതിയോട് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഈ സമയത്ത് ഗോകുലിൻ്റെ അരികിലേക്ക് വന്ന അർച്ചനയെ ഗോകുൽ പിടിച്ചു നിർത്തി മോളുടെ ഈ വാദമൊക്കെ കൃത്യമായി ഗോകുൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. വാദം കഴിഞ്ഞതും ഗോകുലും അർച്ചനയും കൈയടിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം കൊള്ളാം, മോളുടെ വാദം അസലായി എന്ന് ഗോകുലും പറഞ്ഞ് വേഗം തന്നെ ഗൗരിമോളുടെ അരികിലേക്ക് അർച്ചന എത്തിയിട്ട് ചോദിച്ചു, അതെ വക്കീലിൻ്റെ വാദമൊക്കെ അടിപൊളി,
അതേ അച്ഛന് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് ഞാനേ തേച്ച് മടക്കി വെച്ചിരുന്ന കോട്ട അതൊന്ന് വേഗം ഊരി കൊടുത്തേ അച്ഛന് എന്ന് പറഞ്ഞ് ഗോകുലിന് കൊടുക്കാനായി ഗൗരിയോട് പറഞ്ഞതും ഉടനെ ഗോകുൽ പറഞ്ഞു, ഹേ അതിനെന്താടോ മോളെ വഴക്കൊന്നും പറയണ്ട, ഇതേ എൻ്റെ അടുത്ത തലമുറ തന്നെയാ, അച്ഛൻ്റെ അതേ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുള്ള മോള്. അതുകൊണ്ട് ഭാവിയിലെ എൻ്റെ ഭാവിയിലേക്ക് അടുത്ത തലമുറയിലെ നല്ലൊരു വക്കീലായി മാറേണ്ടതല്ലേ, ഭാവിയിൽ ഇതുപോലെ കോട്ടുമണിഞ്ഞ് കോടതിയിൽ പോയി അച്ഛൻ വാദിക്കുന്ന പോലെ തന്നെ വാദിക്കേണ്ടയാളല്ലേ നീതിക്കും ന്യായത്തിനും വേണ്ടി എന്ന് ഗോകുൽ പറയുമ്പോഴേക്കും ഉടനെ തന്നെ അർച്ചന ആ കോട്ടൂരി ഗോകുലിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛൻ ഓഫീസിലേക്ക് പോകാൻ കോട്ടെടുക്കാൻ വന്നപ്പോഴാണോ മോളിതെടുത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ ഗൗരിമോള് പറഞ്ഞു, അതിന് അച്ഛന് വേണ്ടി പുതിയ കോട്ട് അമ്മ വേറെ മേടിച്ച് അലമാരയിൽ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതോടെ ഗോകുലിനാകെ അതിശയായി. പുതിയ കോട്ടോ? അതെവിടെ, എപ്പോഴാണ് താൻ വാങ്ങിച്ചത് എന്ന് ഗോകുൽ അന്വേഷിച്ചതും അർച്ചന താൻ ഇടയ്ക്കൊക്കെ അണിഞ്ഞുകൊണ്ട് പോകാറുള്ള ആ പർദ്ദയുടെ കാര്യമാണ് മോള് പറയുന്നതെന്ന് മനസ്സിലാക്കിയ അർച്ചന ആകെ ഞെട്ടലോടെയും ഭയത്തോടെയും എന്ത് പറഞ്ഞ് ഗോകുലിൻ്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നറിയാതെ ആശങ്കയോടെ കണ്ണുമിഴിച്ച് ഗോകുലിനെ നോക്കി നിന്നു. അതിനുശേഷം അർച്ചന അത് ഗോകുലിന് വേണ്ടി വാങ്ങിയ കോട്ടല്ല എന്നും താനത് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചതാണെന്നും അതാണെന്നും തൻ്റെ ഒരു ഡ്രസ്സാണതെന്നുമൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അർച്ചന അതിൽ നിന്ന് തടി തപ്പി. അതിനുശേഷം അന്ന് അപ്രതീക്ഷിതമായി ഗോകുലിൻ്റെ വീട്ടിലേക്ക് സച്ചി എത്തിച്ചേർന്നു. സച്ചി കോളിംഗ് ബെൽ അടിച്ചതും ശോഭ വന്ന് വാതിൽ തുറന്നപ്പോൾ മുന്നിലേക്ക് വന്ന സച്ചിയെ കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ശോഭ. ഉടനെ തന്നെ അകത്തേക്ക് വന്ന സച്ചി പറഞ്ഞു, എനിക്ക് ഗോകുൽ സാറിനെ ഒന്ന് കാണണമെന്ന്. സച്ചിയുടെ ആ ആവശ്യം കേട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന ഗോകുലിൻ്റെ പിന്നാലെ ഗോകുലിന് പോകാനായിട്ടുള്ള ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗും റെഡിയാക്കി സന്തോഷത്തോടെ അർച്ചനയും പിന്നാലെ എത്തി. ഹാളിൽ നിൽക്കുന്ന സച്ചിയെ കണ്ട് ഗോകുലാകെ ഞെട്ടിയതും അർച്ചനയും അതിനേക്കാളേറെ വേഗത്തിൽ ഞെട്ടി നിൽക്കുന്നു. ഉടനെ ഗോകുലിനോട് സച്ചി കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. എനിക്ക് എൻ്റെ ഭാര്യയെ വേണം, എൻ്റെ ജീവിതമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, ഇനി ഇതിന് എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന്, തൻ്റെ ക്ഷമ നശിച്ചുവെന്ന് ഗോകുലിനോട് സച്ചി ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ ഗോകുലിൻ്റെ ആ വാക്കുകൾക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ ഭയന്ന് വിറച്ച് ഒരു മറുപടിയുമില്ലാതെ ഒരു വാക്ക് പോലും പറയാനാകാതെ ആകെ അങ്കലാപ്പിൽ നിൽക്കുകയായിരുന്നു ഗോകുൽ. ഈ സമയത്ത് അർച്ചന വേഗം തന്നെ ഗോകുലിൻ്റെ ബാഗ് ഗോകുലിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തൻ്റെ മുറിയിലേക്ക് അർച്ചന കയറി പോകുന്നു. സച്ചിക്ക് മുന്നിലേക്ക് ചെന്ന് നിൽക്കാനുള്ള ശക്തി തനിക്കില്ലാത്തത് കൊണ്ട്, സച്ചിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ തനിക്ക് കഴിയില്ലാത്തത് കൊണ്ട് അർച്ചന വേഗം സച്ചിയുടെ കണ്ണിൽപ്പെടാതെ മുറിയിലേക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുമ്പോഴേക്കും സച്ചി തൻ്റെ അർച്ചനയെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന തീരുമാനത്തിലായിരുന്നു ഗോകുലിനെ കാണുവാനായി എത്തിയത്. എന്നാൽ ഗോകുൽ സച്ചിയോട് സംസാരിക്കാനായി അപ്പുറത്തേക്ക് മാറിയതും സച്ചിയുടെ ഈ ആവശ്യം ന്യായമാണെന്നും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓർമ്മകൾ തിരികെ കിട്ടാത്ത അർച്ചനയെ ബലമായി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ സച്ചിയോട് പറഞ്ഞതായിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് നാൾ കൂടി മാത്രം എന്ന് പറഞ്ഞപ്പോൾ സച്ചി ഗോകുലിനോട് ആവശ്യപ്പെട്ടു, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ, എത്രയും വേഗം അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണമെന്നും അതിന് നിങ്ങൾ അമാന്തം കാട്ടിയത് കൊണ്ട് മാത്രമാണ് തനിക്ക് സംശയമുണ്ടായത് എന്ന് ഗോകുലിനോട് സച്ചി അറിയിക്കുന്നു. അതോടെ ഗോകുൽ പറഞ്ഞു, ഉടനെ തന്നെ അയാളുടെ ട്രീറ്റ്മെൻറ്റ് ഞാൻ വീണ്ടും ആരംഭിച്ചോളാം, ഇക്കാര്യത്തിൽ താൻ എന്നെ വിശ്വസിക്കുക, ഉടൻ തന്നെ നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ ഉടനെ തന്നെ തുടങ്ങാം എന്ന് ഗോകുൽ സച്ചിക്ക് വാക്ക് നൽകുന്നതോടെ ഒടുവിൽ സമാധാനത്തോടെ തൽക്കാലത്തേക്ക് മാത്രം അവിടെ നിന്ന് മടങ്ങാൻ സച്ചി തീരുമാനിക്കുന്നു. അവിടുന്ന് തിരികെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന സച്ചിയുടെ മനസ്സിൽ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ അർച്ചനയുടെ മുഖം മാത്രമായിരുന്നു. അർച്ചനയെ വേദനയോടെ നോക്കിക്കൊണ്ട് ശശി അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു.